നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, ഡിഗ്രി ലെവലിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ. ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ. ഡിഗ്രി നിലവാരത്തിൽ ഗസറ്റഡ് റാങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പഞ്ചായത്തിന്റെ നാഥനാകാൻ സാധിക്കുന്ന പോസ്റ്റാണ്. ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട എന്നാണ് നോട്ടിഫിക്കേഷൻ, എക്സാം എപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്, എത്ര വേക്കൻസി നിലവിൽ പോയിട്ടുണ്ട്, എന്നാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെഷനിൽ പരിശോധിക്കാൻ പോവാണ്. എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കിയാൽ മനസ്സിലാകും. 29/12/2023 അതായത് 2023 ഡിസംബർ മാസത്തിലാണ് ലാസ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അന്ന് അപ്ലൈ ചെയ്യാൻ 2024 ജനുവരി മാസം വരെ സമയമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും? മക്കളെ, 3 വർഷമാണ് കാലാവധി പറയുന്നത്. 2025 ആ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. 2028 ഇതിന്റെ അടുത്ത റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? പബ്ലിഷ് ചെയ്യേണ്ടി വരും, അല്ലെ? 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പം നിലവിൽ 2026 അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരികയും 2027 പരീക്ഷ നടത്തുകയും ചെയ്താലാണ് 2028 എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് പ്രിലിമിനറി പരീക്ഷയുണ്ട്, മെയിൻസ് പരീക്ഷയുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഈ പ്രോസസ് ഒക്കെ പൂർത്തിയാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 2026 അവസാനം പുതിയ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ എന്നാണ് പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ മക്കളെ കൃത്യമായിട്ട് ഓർത്തു വെച്ചോടാ. 2026 ഓക്കെ, 2026 നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ എന്ത് വരും? നോട്ടിഫിക്കേഷൻ വരും. 2026 നവംബർ അല്ലെങ്കിൽ ഡിസംബറിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. കൃത്യമാണല്ലോ, തെറ്റിപ്പോവല്ലേ, മറന്നു പോവരുത്. നല്ലൊരു അവസരമാണ്. ഇനി ഇത് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? LSTD ആണ്, അല്ലെ? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. 571/2023 ആണ് ലാസ്റ്റിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. മക്കളെ, ഇതു പ്രകാരം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള സെക്രട്ടറി പോസ്റ്റിലാണ് ജോലി കിട്ടാൻ പോകുന്നത്. സാലറി നോക്കിയേ, 51,400 മുതൽ 1,10,300 വരെയാണ്. എത്രയാണ്? 51,400 മുതൽ 1,10,300 വരെയാണ് എന്ത് വരാൻ പോകുന്നത്? സാലറി ഇനത്തിൽ ലഭ്യമാകാൻ പോകുന്നത്. അപ്പൊ നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത, ഗസറ്റഡ് റാങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി നിലവാരത്തിൽ ഒരേ ഒരു പരീക്ഷ എഴുതി, അല്ലെ, ഡിഗ്രി പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഗസറ്റഡ് റാങ്കിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഏജ് ലിമിറ്റ് എത്രയാണ്? മക്കളെ, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരുന്നു എഴുതാൻ പറ്റുക. പക്ഷെ ഇപ്പോൾ ഏജിൽ മാറ്റമുണ്ട്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ ജനിച്ച ആളുകൾക്ക് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 4 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ 18 വയസ്സ് തികഞ്ഞ ആളുകൾ 40 വയസ്സിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ OBC കാറ്റഗറി ആണെങ്കിലോ 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇനി ഒരു SC/ST കാറ്റഗറി ആണെങ്കിൽ 18 മുതൽ 45 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. 18 മുതൽ 40 വരെ ജനറൽ കാറ്റഗറി, 18 മുതൽ 43 വരെയാണ് OBC, 18 മുതൽ 45 വരെയാണ് SC/ST. ക്വാളിഫിക്കേഷൻ എന്താ മക്കളെ? നിങ്ങൾക്കൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഡിഗ്രി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഡിഗ്രി നിലവാരത്തിൽ ഗസറ്റഡ് റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന പോസ്റ്റാണ് ഡിഗ്രി ലെവലിലെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുക. മക്കളെ, 4,78,878 പേരാണ് കഴിഞ്ഞ ഡിഗ്രി പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരുടെ എണ്ണമാണ് 4,78,878 പേര് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. മെയിൻസ് എക്സാം എന്നായിരുന്നു? മെയിൻ എക്സാമിനേഷൻ 9/11/2024. അപ്പം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ, കൃത്യം 1 വർഷമായപ്പോഴത്തേക്കും മെയിൻസ് എക്സാമിനേഷൻ നടന്നു. ഇന്റർവ്യൂ 21/5/2025 927 പേരാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരുടെ എണ്ണമാണ്. അതായത് പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ് മെയിൻസ് പരീക്ഷയും കഴിഞ്ഞ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത എത്ര പേരാ? 927 പേര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നോക്കിയേ മക്കളെ, ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ എങ്ങനെയായിരുന്നു? മക്കളെ 3 സ്റ്റേജുകളിലായി പ്രിലിംസ് നടന്നു. 11/5/2024,
25/5/2024, 15/6/2024 3 തലങ്ങളിലായിട്ട് ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടന്നു. പ്രിലിംസിന്റെ കട്ട് ഓഫ് 49.7352 ആയിരുന്നു. എത്രയായിരുന്നു? 49.7352 കട്ട് ഓഫ്. 50-നടുത്ത് 49-50 മാർക്കിനടുത്ത് കട്ട് ഓഫ് വന്നു. അപ്പൊ കട്ട് ഓഫ് ആ റേഞ്ചിലാണ് വരിക. അങ്ങനെ 38,000 പേരെയാണ് എന്ത് ചെയ്തത്? ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. 38,000 പേരെ എന്ത് ചെയ്തു? ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പൊ അത്രയും പേരെ എന്ത് ചെയ്തിട്ടുണ്ട്? അന്ന് പ്രിലിമിനറി കഴിഞ്ഞ മെയിൻസ് പരീക്ഷ എഴുതിച്ചിട്ടുണ്ട്. 4,70,000 38,000 പേര്, ഏതാണ്ട് 9-8% ആളുകൾ പ്രിലിംസ് പാസ്സായി. ഇനി നോക്കിയേ മെയിൻസ് എക്സാമിനേഷൻ. 9/11/2024 മെയിൻസ് എക്സാം നടന്നത്. മെയിൻസിന്റെ ലിസ്റ്റിൽ 484 പേരെയാണ് ഉൾപ്പെടുത്തിയത്. മെയിൻ എക്സാമിലാണ് 484 പേരെയാണ് ഉൾപ്പെടുത്തിയത്. 501 പേര് സപ്ലിയിൽ ഉണ്ടായിരുന്നു, 20 പേര് ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. അങ്ങനെ 1,005 പേര്, 38,000-ൽ 1,005 പേരാണ് മെയിൻസ് പരീക്ഷ എന്ത് ചെയ്തത്? പാസ്സായത്. മെയിൻസ് പരീക്ഷ പാസ്സായത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 31/7/2025. അപ്പൊ 31/7/2025 വീണ്ടും ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത്, ഒരു 8 മാസത്തിനടുത്ത് എന്ത് വന്നു? റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 31/7/2025. അങ്ങനെയാണെങ്കിൽ 3 വർഷം കാലാവധി. അപ്പൊ എപ്പോഴാണ് ഇനി റാങ്ക് ലിസ്റ്റ് തീരാൻ പോകുന്നേ മക്കളെ? 30/7/2028 എന്നാ 30/7/2028 പഞ്ചായത്ത് സെക്രട്ടറിയുടെ റാങ്ക് ലിസ്റ്റ് തീരാൻ പോകുന്നത്. 3 വർഷത്തെ കാലാവധി. അപ്പൊ 2031 വീണ്ടും 31/7/2028 പുതിയ റാങ്ക് ലിസ്റ്റ് വരണ്ടേ? പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 927 പേര്, ബാക്കി ഫൈനൽ എല്ലാം കഴിഞ്ഞ് 927 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. കൃത്യമായിട്ട് ഓർത്തോണേ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 927 പേരാണ്. മക്കളെ, ഈ പരീക്ഷയിൽ നിന്ന് നിലവിൽ എത്ര അഡ്വൈസ് പോയി? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിലവിൽ എത്ര അഡ്വൈസ് പോയി നോക്കിയടാ? 203 അഡ്വൈസ് പോയി. നിലവിൽ എത്ര അഡ്വൈസ് പോയി എന്ന് ചോദിച്ചാൽ 203 അഡ്വൈസ് പോയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി അത്യാവശ്യം നല്ല നിയമനം. നമുക്ക് അടുത്ത പരീക്ഷയ്ക്കും എത്ര തന്നെ പ്രതീക്ഷിക്കാം? 200 മുതൽ 250 നിയമനങ്ങൾ വരെ നടക്കുന്നതായിട്ട് പ്രതീക്ഷിക്കാം. ഡിഗ്രി ലെവലിലെ ഗസറ്റഡ് പോസ്റ്റ് ആണ്. 200 മുതൽ 250 സഫീഷ്യന്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഒരു സീറ്റാണ് ആവശ്യം. ആ രീതിക്ക് എന്ത് ചെയ്യാം? മനസ്സിനെ ക്രമീകരിച്ച് പഠിക്കാൻ നോക്കുക. OC ആണെങ്കിൽ 154 പോയി, ഈഴവ 165 പോയി, മുസ്ലിം 161 പോയി, EWS 159 പോയിട്ടുണ്ട്. SC ആണെങ്കിൽ സപ്ലി നാളെ എടുത്തു, ST സപ്ലി നാളെ എടുത്തു. അപ്പോ ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഇനിയും 2 പേപ്പറുകളാണ് പരീക്ഷയ്ക്കുള്ളത്. പേപ്പർ 1 മെയിൻസ് പരീക്ഷയാണ്. മെയിൻസ് പരീക്ഷയ്ക്ക് 2 പേപ്പറുണ്ട്. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ആണ്. മക്കളെ, ഒന്നുമില്ല, നമ്മൾ പ്രിലിംസിന് പഠിച്ച കാര്യങ്ങൾ തന്നെ എന്തുമാത്രം കൂടത്തുള്ളൂ? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കയറും. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചത് നോക്കിയടാ. ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 10 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 10, അതേപോലെ തന്നെ നോക്കിയേ താഴെ വരുമ്പോ കറണ്ട് അഫയേഴ്സ് 15, മാത്സ് 10, ഇംഗ്ലീഷ് 10, മലയാളം 10. അതായത് ഇവിടെയുള്ള 20 മാർക്ക് ഒഴിച്ച് ബാക്കി 80 മാർക്ക് നമ്മൾ എവിടെ പഠിച്ചത് തന്നെയാ? പ്രിലിംസിന് പഠിച്ചത് തന്നെയാ. 20 മാർക്കേ കൂടുള്ളൂ. ഇനി പേപ്പർ 2 ഉണ്ട്. അവിടെ എന്താ? ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അവിടെ എന്താ സിലബസ്? അവിടെ വരുമ്പോഴും ഇന്ത്യൻ പൊളിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ, ഇന്ത്യൻ ഇക്കോണമി നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ, പിന്നെ വരുന്ന റൂറൽ ഡെവലപ്മെന്റ്, ഡെമോഗ്രാഫിക് ഡീസെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്മെന്റ്, അർബൻ ഗവേണൻസ്, ഗവേണൻസ്, ഇതൊക്കെയാണ് വരിക. ഇതിൽ ഗവേണൻസ് നമ്മൾ പഠിക്കും. അതായത് അവിടെയും നമുക്കൊരു 38 മാർക്കോളം ഓൾറെഡി പഠിച്ചത് കിട്ടും. ബാക്കിയുള്ളത് പ്രിപ്പയർ ചെയ്താൽ മതി. ഈ രീതിയിലാണ് മെയിൻസിന്റെ സിലബസ് വരിക. ഇതിനാദ്യം നമുക്ക് കടക്കേണ്ടത് പ്രിലിംസ് ആണ്. പ്രിലിമിനറി പരീക്ഷയുണ്ട്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണ്. കാരണം നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞവരായിരിക്കാം. പലർക്കും നിരാശ തോന്നിയിട്ടുണ്ടായിരിക്കാം. നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. മക്കളെ, നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് പഞ്ചായത്ത് സെക്രട്ടറി. ഈ പരീക്ഷയ്ക്ക് വേണ്ടി വളരെ കാര്യഗൗരവത്തോടു കൂടി പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്.
കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടിയിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പം നമ്മൾ ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടുള്ള 2027 കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇതൊരു ലോങ് ടേം ബാച്ചാണ്. ഒരു കുറേ കാലം കൊണ്ട് വളരെ സാവധാനമായി പഠിച്ചു പോകാൻ പറ്റുന്ന ബാച്ചാണ്. നിങ്ങൾക്ക് മെയിൻസ് കഴിഞ്ഞ് ഇന്റർവ്യൂ വരെയുള്ള ഗൈഡൻസ് കിട്ടുന്ന ഒരു ലോങ് ടേം ബാച്ചാണ് ഈ ബാച്ച്. വളരെ ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. 250 പേരെ മാത്രമേ പരമാവധി ഈ ബാച്ചിൽ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ. 4999 രൂപയാണ് ഫീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡിഗ്രി നിലവാരത്തിൽ ഇത്രയും സമയത്തിൽ ഈ ഫീസിൽ നിങ്ങൾക്ക് വേറെ എവിടെയും നല്ല ക്വാളിറ്റി സാധനം കിട്ടില്ല. മക്കൾ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് നോക്കിയേ. നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ കിട്ടും. കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു പോവുക. രണ്ടാമത്തത് എന്താ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്താ മക്കളെ, നിങ്ങൾ ഈ പഠിക്കുന്നത് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് പഠിക്കുന്നതിൻ്റെ 1 മിനിറ്റ് പോലും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണും. മൂന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തിരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും. അതായത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിന് പ്രാധാന്യം കൊടുക്കും. നാലാമത് നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഒരു മെൻറ്റർ സപ്പോർട്ട് കിട്ടും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് കിട്ടും. ഇനിയും നിങ്ങൾക്ക് ഹെൽപ്പിനായിട്ട് ടെലഗ്രാം സപ്പോർട്ട് ഉണ്ടായിരിക്കും. ടെലഗ്രാമിൽ സപ്പോർട്ട് കിട്ടും. ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇനിയും എല്ലാ ആഴ്ചയിലും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടായിരിക്കും. കൃത്യമായി നിങ്ങളെ കൂടെ നിർത്താൻ, നിങ്ങളെ പഠനത്തിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ മോട്ടിവേഷൻ സെഷനുകൾ ഉണ്ടായിരിക്കും. ഡെയിലി വീക്ക്ലി എക്സാമുകൾ ഉണ്ടായിരിക്കും. ഡെയിലി എക്സാം ഉണ്ടായിരിക്കും. വീക്ക്ലി ബേസിസിൽ എക്സാം ഉണ്ടായിരിക്കും. ടെസ്റ്റ് പാക്കിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. എക്സാമിന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ടെസ്റ്റ് പാക്ക് അവൈലബിൾ ആയിരിക്കും. ഇത്രയും സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് നിങ്ങൾക്ക് ഈ പഠന ക്രമീകരണമാണ് ഈ ബാച്ചിലുള്ളത്. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ഒന്ന് വേഗം ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ. വളരെ വേഗം ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ. നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ആപ്പിൽ കയറാം. ആപ്പിൽ കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 8281223366 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ. 8281223366 നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. നമുക്ക് ക്ലാസ്സിൽ കാണാം. ചിട്ടയായ പഠനത്തിലൂടെ 2027 നമുക്ക് സ്വന്തമാക്കാം. താങ്ക് യു സോ മച്ച്.